ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ അൽദാർ ഐലൻഡിലേക്ക് പോയ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ബഹ്റിൻ്റെ തൊട്ടടുത്താണെങ്കിൽ കൂടി ഇതൊരു സെപ്പറേറ്റ് ഐലൻഡാണ്. അപ്പോൾ നമ്മൾ ബോട്ടിന് വേണം യാത്ര ചെയ്ത് പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ബ്ലൂ ക്യാൻസ് ഇട്ടിരിക്കുന്നതാണ് ഈ അൽദാർ ഐലൻഡിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടം വരെ ബോട്ടിന് വന്നിട്ട് ഇതാ ഈ പാലം ക്രോസ് ചെയ്തിട്ട് ആണ് നമ്മൾ അങ്ങോട്ടേക്ക് കയറുന്നത്. അപ്പം അവിടെ ചെല്ലുന്നവിടെ നമ്മുടെ കയ്യിലേക്ക് ഇതുപോലൊരു ടാഗ് കിട്ടും കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടാഗ് കിട്ടും. പിന്നെ നമ്മൾ കയറുന്ന പാടെ കാണുന്നത് കിഡ്സ് സോണാണ്. ഈ കിഡ്സ് സോണിൽ കുഞ്ഞുങ്ങളെ അൺഅറ്റൻറ്റീവ് ആയിട്ട് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പേരൻസ് എപ്പോഴും അല്ലെങ്കിൽ എൽഡേഴ്സ് ആരെങ്കിലും എപ്പോഴും കൂടുതലുണ്ടായിരിക്കണം. ഇനിയുള്ള ഈ ഒരു ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് കൂടുതലും ഇതുപോലത്തെ എന്താ പറയുക ഈന്തപ്പന ഓലകൾ വെച്ചുള്ള കെട്ടിടങ്ങൾ പോലെയാണ്. ഈന്തപ്പന ഓല കൊണ്ടുള്ള ഹട്ടുകളാണ് കൂടുതലും കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കുറേയേറെ കുഞ്ഞുങ്ങൾ ഒന്നിച്ചുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം വരുമ്പോൾ ആണെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് ഒന്നിച്ചു കൂടിയോ 1-2 ഫാമിലീസ് ഒന്നിച്ചു കൂടിയോ ഒക്കെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇനി ഇത് കാണുന്നത് ഒരു വണ്ടിച്ചക്രം അതും കൊണ്ടുള്ള ഒരു ഊഞ്ഞാലാണ്. അപ്പം അവിടെ അന്നമോൾ തന്നെ ആടാൻ നോക്കിയിട്ട് അവൾക്ക് പറ്റണില്ല കേട്ടോ. അപ്പോൾ അവൾ ചേച്ചിയെ കൂടി ഹെൽപ്പിന് വിളിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ എൻജോയ് ചെയ്യണേ. ഇനി മറ്റൊരു ഊഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. അതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഊഞ്ഞാലാണ്. കണ്ടോ, 2 പേർക്കും കൂടി ഇരുന്ന് ഊഞ്ഞാലാടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഊഞ്ഞാലാണിത്. അതുപോലെ തന്നെ അവരെ എല്ലാ റൈഡിലും ഒന്ന് കയറി ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാണ് കേട്ടോ. കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് നല്ല രസമായിരിക്കും. എല്ലാ റൈഡിലും ഒന്ന് കയറി ഇറങ്ങി ഒന്നിച്ചിരുന്ന് കളിച്ച് ചിരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഈ പാർക്കിൻ്റെ തന്നെ തൊട്ടപ്പുറത്തായിട്ടാണ് ക്ലബ്ബ് കാർ ഉള്ളത്. ഈ ക്ലബ്ബ് കാർ കയറിയാണ് നമ്മൾ ഇനിയിപ്പം നമ്മുടെ ചാലറ്റ്സിലോട്ടൊക്കെ പോകുന്നത്. ഇത് കയറി വരുമ്പോൾ തന്നെ അവിടെ എൻട്രൻസിൽ തന്നെ ഉള്ളൊരു ട്രീ ആണ് കേട്ടോ. അതിൻ്റെ ചുറ്റിലും ഇതുപോലെ നല്ലതുപോലെ കുറച്ചേറെ പേർക്ക് ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ സീറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കാണുന്നത് കഫ്തീരിയാണ് കേട്ടോ. ഇതിൻ്റെ മറുവശത്തായിട്ട് കാണുന്നത് നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാനൊക്കെയുള്ള ഭക്ഷണ സാധനങ്ങളോ ചായയോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറ്റും കേട്ടോ ഇവിടുന്ന്. ഇനി ഇത് ഈ വഴി മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ നമുക്ക് ഇരിക്കാനും അവിടെ ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ ഉണ്ട്. ഇനി ഈ പോകുന്നത് നല്ലൊരു പാർട്ടി ഹാളിലേക്കാണ്. നല്ല അടിപൊളി ഒരു പാർട്ടി ഹാളാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം എല്ലാം കടൽ സീഷോറാണ്. അപ്പോൾ അതിൻ്റെ നടുക്കിലായിട്ടാണ് ഈ പാർട്ടി ഹാള് വരുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലൊരു എൻ്റർടൈൻമെൻറ്റാണ്. കടലിൻ്റെ നടുക്കൊരു പാർട്ടി വെക്കുന്നതിൻ്റെ ഒരു ഫീലുണ്ടാവും. പക്ഷേങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇങ്ങനെ ഒരു സീഷോറൊക്കെ ഉള്ളത് എങ്കിൽ ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയാണ്, മണമൊന്നുമില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ലബ്ബ് കാറിൽ തന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ ചാലറ്റ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടോ ഇഷ്ടംപോലെ ഹട്ടുകൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഡേയും നൈറ്റും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ചാലറ്റ്സ് എന്ന് പറയുന്നതിന്. അതായത് ഒരു ഹോട്ടൽ റൂം പോലത്തെ റൂമാണ്. അതല്ല എങ്കിൽ ഇതുപോലെ ഒരു ഡേ ടൈം മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതുപോലത്തെ ഹട്ടിനകത്ത് നമുക്ക് ഒരു ഡേയിൽ നമ്മുടെ കടൽ തീരമൊക്കെ
കടൽ തീരത്ത് കടലിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുകൊണ്ട് പബ്ലിക്കായിട്ടുള്ള ടോയ്ലറ്റും പ്രെയർ ഹാളും ഒക്കെയാണ് കേട്ടോ ഉള്ളത്. ഈ ഡേ ടൈം ബുക്ക് ചെയ്യുന്നവർക്ക് ഇത് ഇവിടം വരെ എൻട്രി ഉള്ളൂ കേട്ടോ. അതിനപ്പുറത്തേക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ ഡേയും നൈറ്റും കൂടി ബുക്ക് ചെയ്യുന്ന ചാലറ്റ്സ് ബുക്ക് ചെയ്യുന്നവർക്കാണ്. അപ്പം എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചാലറ്റ് ഗസ്റ്റ് ഓൺലിന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിനപ്പുറത്തേക്ക് പോകാനായിട്ട് അനുവാദമുള്ളൂ. അപ്പം എൻട്രൻസിൽ തന്നെ ഇതുണ്ടോ ഒരു ഹാള് പോലൊന്ന് ഉണ്ട്. അതിനുശേഷം 5 6 ഞാൻ ഓർക്കുന്നില്ല, അത്രയും ചാലറ്റ്സ് ആണുള്ളത്. പിന്നെ ഈ ചാലറ്റ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഹട്ടുകൾ, ഓരോ ചാലറ്റിനും ഓരോ ഹട്ടുകളായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം നമുക്ക് ചാലറ്റ്സിൽ നിന്ന് വന്ന് നമുക്ക് കടലിൻ്റെ തീരത്തൊക്കെ പോയി സ്വിമ്മൊക്കെ ചെയ്ത് വെയിലൊക്കെ കൊണ്ട് ഇരിക്കാൻ പാകത്തിനുള്ള ഹട്ടുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ കണ്ട ഒരു പ്രത്യേകത ഈ വെള്ളത്തിൽ ഊഞ്ഞാല് കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ. അതൊരു നല്ല രസമായിരുന്നു. വെള്ളത്തിനകത്ത് തന്നെ ഇരുന്ന് ഊഞ്ഞാലിടാനുള്ളൊരു സൗകര്യവും ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ ഫുഡ്, ഉച്ചയ്ക്കത്തെ ലഞ്ച് ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. വന്നപാടെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയൊക്കെ തിരിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. പിന്നെ ഓരോ ചാലറ്റ്സിനും ഓരോ കിച്ചൺ ഉണ്ട് കേട്ടോ. അതൊരു നല്ല സൗകര്യമാണ്. അത്യാവശ്യം നമുക്ക് വേണ്ടിയവർക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുക്കളയിൽ ഒരുവിധം നല്ല സൗകര്യമുണ്ട് കേട്ടോ. നമുക്ക് ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ, കുറച്ച് പാത്രങ്ങളൊക്കെ അവർ തന്നെ തരുന്നുണ്ട്. പിന്നെ ഓവനും കുക്കിംഗ് റേഞ്ചും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പ്ലേറ്റുകളും ഗ്ലാസ്സുകളും സ്പൂണും അതും ഉണ്ട്, അതൊക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യമുള്ള കുക്കിങ്ങിനുള്ള സംഭവങ്ങൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ കഴിക്കാനായിട്ട് സാധിക്കും. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്ക് വശത്ത് കടലിൻ്റെ തീരം ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ്, നല്ലൊരു വൈബാണ് കേട്ടോ. ഇവിടെയൊക്കെ വന്ന് കാറ്റ് കൊള്ളാനും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് നമുക്ക് നമ്മുടെ റൂമിലിരുന്നിട്ട് വിൻഡോ ഓപ്പൺ ആക്കി നോക്കുമ്പോഴും നല്ലൊരു വൈബാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ ഞങ്ങൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കഫ്റ്റീരിയയിലോട്ട് പോയി. ക്ലബ്ബുകാർ നമുക്ക് വീടിനകത്ത്, ചാലറ്റ്സിനകത്ത് തന്നെ നമുക്ക് സൗകര്യമുണ്ട്, വിളിച്ച് നമുക്ക് പോകാവേ. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് ഈ കാറിന് തന്നെ വരികയാണ്, ക്ലബ് കാറിന് തന്നെ വരികയാണേ. കണ്ടോ, തിരിച്ച് വരുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. സൺസെറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല വ്യൂ ആണ് കേട്ടോ. ഈ സൂര്യൻ ഇങ്ങനെ കടലിലോട്ട് മറയുമ്പോൾ കാണുന്ന ആ ഒരു കടലിൻ്റെ തിളക്കവും നല്ല നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ശരിക്കും നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. കടലിലോട്ട് സൂര്യൻ മറയുന്നതിൻ്റെ ആ ദൃശ്യങ്ങൾ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ സൂര്യാസ്തമയമൊക്കെ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. ആ ഒരു സമയമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേനും ഞങ്ങൾ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി തുടങ്ങുകയാണ് കേട്ടോ. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾറെഡി ചിക്കൻ മസാലയൊക്കെ പുരട്ടി കൊണ്ടുവന്നിരുന്നു. പിന്നെ ചാർക്കോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങണേ, ചാർക്കോൾ ഇവർ തരത്തില്ല. അപ്പോൾ നമ്മളതും വാങ്ങിച്ച് അതിന് ഒഴിക്കാനുള്ള ചെറിയൊരു ലിക്വിഡ് ഉണ്ട്, അതും കൂടി വാങ്ങണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി വാങ്ങിച്ച് ഞങ്ങൾ മെല്ലെ ചാർക്കോളൊക്കെ കത്തിച്ച് ഗ്രില്ലുണ്ടാക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഗ്രില്ല് നമുക്ക് ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ അവരോട് ഓർഡർ. പിന്നെ ഈ ഫുഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് 2 വീഡിയുടെ വെച്ചിട്ട് ഒരു കൂപ്പൺ അവർ ഫ്രീ കൂപ്പൺ തരും കേട്ടോ. ഫ്രീ ഫുഡിൻ്റെ കൂപ്പൺ ഉണ്ട്. അപ്പം ആ ഫുഡ് നമ്മൾക്ക് വാങ്ങിക്കാം. ഇനി അത് വേണ്ടാത്തവർക്ക് ആ ഫുഡ് മേടിച്ചിരുന്നു ഞങ്ങൾ. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഓക്കെ ആയിട്ട് തോന്നിയില്ല. അപ്പം നമ്മൾ കൊണ്ടുവരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കഴിക്കാം. ഞങ്ങൾ ഗ്രില്ല്, കുക്കൂസ്, പിന്നെ അത്യാവശ്യം ഹമ്മൂസൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡും കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങാണ്. ഇനി നേരം വെളുത്തിട്ടുള്ള അടുത്ത ദിവസത്തെ കാഴ്ചകൾ ഞങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.